ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര നിധിയുടെ റൂമിലോട്ട് പാമ്പിനെ കൊണ്ടുവിട്ട് വസുന്ധര സമാധാനത്തോടു കൂടി കിടന്നുറങ്ങിയല്ലോ. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ വസുന്ധര കേൾക്കുന്നത് നിധി മരിച്ചു എന്നുള്ള ആ സന്തോഷ വാർത്തയായിരിക്കും എന്നൊക്കെ കരുതി ശിവാനിയും വസുന്ധരയും സുഖമായി കിടന്നുറങ്ങാൻ കേട്ടോ. പക്ഷേ അവർക്കിടയിൽ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് ഈശ്വരിയമ്മ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വസുന്ധര രാവിലെ എണീറ്റ് നിധിയുടെ റൂമൊക്കെ കഥകൊക്കെ തട്ടുമ്പോൾ നിധി വാതിൽ തുറക്കുന്നില്ല. എങ്ങനെയൊക്കെ ഗൗതം ടെൻഷനോടുകൂടി തന്നെ ഗൗതം ആ റൂമിൻ്റെ വാതിലങ്ങ് അടിച്ചു തുറക്കണ്ട കേട്ടോ. ഇതേ സമയം ഇപ്പുറത്തെ റൂമിലൂടെ ഈശ്വരി അമ്മയെ പുറത്തോട്ട് വരികയാണ് നിധിയെയും കൊണ്ട്. അത് കാണുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, ശരിക്കും ഇന്നലെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ വസുന്ധര ഞെട്ടി നിൽക്കണം കേട്ടോ. അങ്ങനെ ഈ സമയം ഈശ്വരി അമ്മ എന്താ പേടിച്ച ഗൗതം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോവാണ്. പക്ഷേ ഈശ്വരി അമ്മ വസുന്ധരയെ പിറകെ ഉണ്ട് എന്നുള്ള സത്യം ഈശ്വരി അമ്മ ചെയ്യുന്നത് എന്താണെന്നും വസുന്ധരയ്ക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ വസുന്ധര ശിവാനിയെ വിളിക്കുകയാണ്. എടി ശിവാനി, നീ എന്താടി കാട്ടിക്കൂട്ടിയത്? സത്യത്തിൽ നീ എന്താടി ചെയ്തത്? നിന്നോട് പറഞ്ഞത് നീ ചെയ്തോ? ആ പാമ്പിനെ അവളുടെ റൂമിലോട്ട് കൊണ്ടുവിട്ടോ? അത് കേട്ട ഉടൻ തന്നെ വസുന്ധരയോട് ശിവാനി പറയാണ്, ആൻറ്റി, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അയാൾ ആ പാമ്പ് അതിലോട്ട് വിട്ടു. നിധി അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നിധിയുടെ അടുത്തോട്ട് ആ പാമ്പ് പോയി എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാടി അവൾ ഇപ്പുറത്തെ റൂമിലോട്ട് വന്നത്? എന്താ നീ പറയുന്നത്? കള്ളം പറയുന്നതിൽ ഒരു പരിധി വേണം എന്നൊക്കെ പറയാൻ കേട്ടോ. അമ്മയും മകളും എന്ത് പരിപാടി ഏറ്റെടുത്താലും ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്നിങ്ങനെ വസുന്ധര പറയുമ്പോൾ എനിക്കറിയില്ല ആൻറ്റി, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് മുത്തശ്ശിയുടെ റൂമിലോട്ട് നിധി എത്തിയതെന്നോ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയം ഈശ്വരിയമ്മ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അങ്ങനെ മുത്തശ്ശി വന്നിട്ട് പറയാണ് വസുന്ധരയോട്, അതെ, ഇന്ന് നാഗപഞ്ചമി പൂജയാണ്. അതുകൊണ്ട് തന്നെ ആ പൂജ നിങ്ങൾ എത്തണമെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര പറയാണ്, എനിക്കിതിനോടൊന്നും ഇത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ഉള്ളതുപോലെ പറയണല്ലോ. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഉള്ളതുപോലെ പറയാണ്. ഞാനൊന്നും ആ പൂജയ്ക്ക് വരുന്നില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടോടെ തന്നെ ഈശ്വരി നമുക്ക് ശരിക്കും ദേഷ്യം പിടിക്കാണ്. ആ പൂജയെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയാണല്ലോ വസുന്ധര പറയുന്നല്ലോ. നിങ്ങളുടെ ഈ കോപ്രായങ്ങളൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഇതൊക്കെ നിങ്ങളുടെ കോപ്രായങ്ങളാണ് എന്നിങ്ങനെ വസുന്ധര പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഈശ്വരിയമ്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. കാരണം ഈശ്വരിയമ്മ ആ വീട്ടിലെ ആരാണെന്ന് ശരിക്കും വസുന്ധര അറിഞ്ഞിട്ടില്ല. അറിയാൻ പോകുന്നുള്ള അവർക്കുള്ള കഴിവുകളും അവർക്കുള്ള ആ ദിവ്യശക്തിയൊന്നും ഈ വസുന്ധരയ്ക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഈ സമയം വസുന്ധര ഈശ്വരിയമ്മയെ വെല്ലുവിളിക്കുന്നത് പോലെ അങ്ങ് സംസാരിക്കുകയാണ്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് ഈശ്വരിയമ്മ ഈ പാമ്പിനെ കൊണ്ടുവരുമ്പോൾ വസുന്ധര അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നതും പിന്നീട് ആ പൂജ കഴിഞ്ഞതിന് ശേഷം പ്രസാദം കൊടുക്കുമ്പോൾ വസുന്ധര അത് പുച്ഛത്തോടു കൂടി താഴോട്ടിട്ടതും അതുപോലെ തന്നെ വസുന്ധര മാറി നിന്ന് ഫോണ് സംസാരിക്കുന്നതും ഒക്കെ ഈശ്വരിയമ്മ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പാമ്പ് നിധിയുടെ റൂമിലോട്ട് അങ്ങ് തള്ളി വിട്ടപ്പോൾ ഈശ്വരിയമ്മ ഇയാളെ പിടിക്കുന്നുണ്ട്. അതായത് ഇയാളെ പിടിച്ചിട്ട് ഇയാളോട് തന്നെ ആ പാമ്പിനെ കൊട്ടയിലോട്ടാക്കി എന്ന് പറഞ്ഞിട്ട് ആ മൂർഖനെ കൊട്ടയിലോട്ടാക്കുന്നുണ്ട്. പിന്നീടുള്ള കളികളാണ് ഇനി കിടിലം കളികൾ കേട്ടോ. ഈ റൂം അതേപോലെ അടച്ചിടണം. ഇത് നീ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാലോ എന്ന് ഈശ്വരി അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഈ വസുന്ധരയോട് പറയാണ്, ഇനി എന്തായാലും വായോ, പൂജയ്ക്ക് വായോ എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ വരില്ല, ആ കോപ്രായം കാണാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വരിയമ്മ പോയി. ഈശ്വരിയമ്മ പറയുമ്പോൾ ഈശ്വരിയമ്മ പറയുന്നുണ്ട്, നീ എന്തായാലും അവിടെ എത്തിയിരിക്കും, നീ പൂജയ്ക്ക് ചേരണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമാണെങ്കിൽ നീ അവിടെ എത്തിയിരിക്കുമെന്ന് പറയുമ്പോൾ അത് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പൂജയ്ക്ക് എത്തിയിരിക്കുകയാണ്. പൂജ നല്ല കാര്യത്തിൽ തുടങ്ങുകയാണ്. ഇതേ സമയം വസുന്ധര ഏത് നിമിഷത്താണാവോ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത്, എന്തിനാണാവോ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചും കൊണ്ടാണ് വസുന്ധര നിൽക്കുന്ന കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, ഇന്ന് കഴിഞ്ഞ ഇന്നേക്ക് ഇന്ന് എന്ന് പറയുന്നത് പോലെ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങണം. അതോടുകൂടി ഇവിടുത്തെ ഈ പൊറുതയും കപ്പയും കഞ്ഞിയും പുഴുക്കൊക്കെ തിന്ന് മടുത്തു മനുഷ്യനെ എന്നൊക്കെ ഇങ്ങനെ വസുന്ധര പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം വസുന്ധര തൻ്റെ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ഇപ്പുറത്തോട്ട് ഇങ്ങനെ ആലോചിച്ച് ജനലിൻ്റെ അവിടോട്ട് ഇങ്ങനെ ആലോചിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിന്ന് ആരോ ഊതുന്ന ഒരു സൗണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇത് പാരാ എന്നെ ഊതുന്നു, ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ശിവാനിയോട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ശിവാനി പറയുന്നുണ്ട്, എനിക്കത് കഴിയില്ല ഈശ്വര, മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യണം, അവരുടെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് ആൻറ്റി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധര പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കാതെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ.
എന്നാൽ ഈ സമയം അവിടെ ആ വീട്ടിൽ വസുന്ധര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാമ്പ് ഇങ്ങനെ പത്തിയും വിടർത്തി മൂർഖൻ പാമ്പ് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വസുന്ധര ഈശ്വര ഈ പാമ്പ് ഇങ്ങനെ എൻ്റെ റൂമിൽ വന്നു എന്നുള്ള ആ ലെവലോട് കൂടി വസുന്ധര ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം പത്തി വിടർത്തി ആ പാമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പോ പാമ്പേ എന്ന് പറഞ്ഞ് വസുന്ധര ഇങ്ങനെ തട്ടി നോക്കിയെങ്കിലും പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി വസുന്ധരയുടെ നേർക്ക് വരികയാണെന്ന് കാണുമ്പോൾ വസുന്ധര ഓട്ടം ആ റൂമിൽ നിന്ന് ഓടേണ്ടിട്ട്. ഇതേ സമയം പാമ്പ് വസുന്ധരയുടെ പിറകെ വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ വസുന്ധര തിരിഞ്ഞ് നോക്കിയിട്ട് ഈ പറയുന്ന ഈ നാഗപഞ്ചമി പൂജയുടെ ഈ മുന്നിലോട്ട് വസുന്ധര ഓടി വരികയാണ് കേട്ടോ. അയ്യോ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. വസുന്ധര നിലവിളിച്ച് കരഞ്ഞു വരുമ്പോൾ തൻ്റെ പിറകിൽ പാമ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര ഓരോ ഓട്ടത്തിലും പിറകിലോട്ട് നോക്കുന്നുണ്ട്. പാമ്പ് പോയോ അവിടെ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വസുന്ധര ഈ പൂജാ സ്ഥലത്തോട്ട് എത്താണ്. ഇതേ സമയം വസുന്ധര ഓടി വന്നിട്ട് അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറയണം. ആ പൂജാ സ്ഥലത്ത് വസുന്ധര എത്താണ്. അപ്പോഴേക്കും ഗൗതം എന്ത് പറ്റിയ അമ്മ എന്ന് ചോദിക്കുമ്പോൾ മോനെ പാമ്പ് എന്ന് പറയുമ്പോൾ ഈശ്വരി അമ്മ ചോദിക്കും എവിടെ പാമ്പ് എന്ന് ചോദിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പാമ്പില്ല. പാമ്പിനെ കാണുന്നില്ല. വസുന്ധര ആകെ ഞെട്ടിപ്പോവാനിട്ട് ഈശ്വര എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയാതെ വസുന്ധര ആകെ ഞെട്ടി നിൽക്കണം. ഇതേ സമയം മുത്തശ്ശി ചോദിക്കും അല്ല വസുന്ധരെ എവിടെ പാമ്പ്? എന്താ വസുന്ധര ഈ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ നാഗപഞ്ചമി പൂജയ്ക്ക് ഇവിടെ നീ എത്തണമെന്ന് ഈശ്വര നിശ്ചയമുണ്ടെങ്കിൽ നീ എത്തിയിരിക്കുന്നു. അതിവിടെ സംഭവിച്ചു. അപ്പോൾ ഇവിടെ പാമ്പിൻ്റെ പിറകെ ഉണ്ടായിരുന്നു ഗൗതം. എന്താ അമ്മ ഇങ്ങനെ പിച്ചും പഴയും പറയുന്നത്? അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇവിടെ വന്നത് മുതൽ അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വസുന്ധര ആകെ നാണം കെട്ടു കേട്ടോ. അപ്പോൾ ഈശ്വരി അമ്മയുടെ ആ പുച്ഛത്തോടു കൂടിയുള്ള ചിരി കാണുമ്പോൾ വസുന്ധര ആകെ ഞെട്ടി നിൽക്കുകയാണ്. ശരിക്കും എൻ്റെ മുന്നിലുണ്ടായിരുന്ന ആ പാമ്പ് അത് എവിടോട്ട് പോയി? എന്തൊരു അത്ഭുതമാണ് ഈശ്വര ഇവിടെ സംഭവിച്ചത് എന്നറിയാതെ വസുന്ധര ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വസുന്ധരയെ അങ്ങോട്ടേക്ക് തന്നെ ഈശ്വരി അമ്മ കൊണ്ടുവരികയാണ്. അങ്ങനെ വസുന്ധരയുടെ ഒരടവുകളും ഒരാളെടുത്തും വില പോവാതെ വസുന്ധര ഇങ്ങനെ ആ ഒരു പൂജയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ശിവാനി ചോദിക്കും എന്താ ആൻറ്റി എന്നല്ലെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനിയുടെ ഒരു ചെയർമാനും കാര്യങ്ങളൊക്കെ അല്ലേ, എന്നിട്ടും ആൻറ്റി എന്തെങ്കിലും പൊട്ടക്കളിയൊക്കെ കളിക്കുന്നത്? ആൻറ്റിയുടെ പിറകിൽ ഒരു പാമ്പും ഒരു മണ്ണാങ്കട്ടിയും ഉണ്ടായിരുന്നില്ല. എടി എൻ്റെ റൂമിലാണ് ആ പാമ്പുണ്ടായിരുന്നത്. അത് പത്തി വിടർത്തി എന്നെ കൊത്താൻ നോക്കിയതാണ്. അവിടെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടതാണ്. ഈ ഒരു കളത്തിലെത്തുന്നത് വരെ ഈ പൂജാസ്ഥലത്ത് എത്തുന്നത് വരെ ആ പാമ്പിൻ്റെ പിറകെ ഉണ്ടായിരുന്നു. അതാണ് ആൻറ്റി ഇവിടുത്തെ നാഗപഞ്ചമി എന്ന് പൂജ എന്ന് പറയുന്നത്. ഇവിടുത്തെ നാഗദൈവങ്ങൾക്ക് വലിയ ശക്തിയാണ്. ആൻറ്റിയോട് ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴും വേണ്ടാത്ത കളിക്ക് നിൽക്കേണ്ട, അതൊരിക്കലും നടക്കില്ലെന്ന്. ആ നിധിയെ ഈ ഒരു നാഗദൈവങ്ങൾ നിധിയെ പ്രസാദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ വിചാരിക്കുന്നത് പോലെയല്ല ഈ ഈശ്വരി അമ്മ എന്ന് പറയുന്നത്, ഈ മുത്തശ്ശി എന്ന് പറയുന്നത് വലിയൊരു ഇത് തന്നെയുള്ള വ്യക്തിയാണെന്നൊക്കെ പറയുമ്പോൾ ഈശ്വരി അമ്മ അങ്ങനെ ശിവാനിയെ നോക്കുകയാണ് കേട്ടോ. ഇതേ സമയം വസുന്ധരയെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവരുടെ കണ്ണുകളിൽ എന്തൊക്കെയോ ഇങ്ങനെ വസുന്ധരയ്ക്ക് കാണുന്നത് പോലെ ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ആ പൂജയ്ക്ക് വസുന്ധര ഈ പറയുന്നത് പോലെ പേടിയോടും ഭയത്തോടും ഭക്തിയോടും കൂടി ആ പൂജയ്ക്ക് വസുന്ധര പങ്കെടുക്കുകയാണ്. അങ്ങനെ പിന്നീട് ആ പൂജയിലെല്ലാം വസുന്ധര കിടുക്കനായിട്ട് തന്നെ പങ്കെടുത്ത് ആ ഒരു പൂജയൊക്കെ നന്നായി ചെയ്യുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇന്ന് വരാനിരിക്കുന്നത്. അപ്പോൾ എവിടെ പോയാലും തനിക്ക് തോൽവിയാണെന്ന് വസുന്ധര ഓരോ ദിവസവും തെളിയിച്ചും കൊണ്ടിരിക്കണം. ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞാലാണ് കേട്ടോ വസുന്ധര ഇനി ഗോപിയെ ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു രംഗമുണ്ട്. അതാണ് നിധി കേൾക്കുന്നത്. അത് കേൾക്കുന്നതിനോടുകൂടി ഇനി ഗൗതമിൻ്റെ യഥാർത്ഥ അമ്മ പുറത്തു വരുന്ന ആ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.